ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഏവരും കാത്തിരിക്കുന്ന ഭാവനയുടെ റീഇൻട്രൊഡ്യൂസിങ് ആൻഡ് റീഇൻവെൻറ്റിംഗ് ഭാവന എന്ന് പറഞ്ഞ മൂവി, അതായത് അനോമിയുടെ റിലീസ് 30th ജാനുവരി 2026. പക്ഷേ ആ റിലീസ് മാറ്റി 6th ഫെബ്രുവരി 2026 ആയിട്ടുണ്ട്. ഐ ആം സ്ക്രീമിങ് ഇൻ സൈലൻസ് വീഡിയോ ഹർഷവർദ്ധൻ്റെ മ്യൂസിക് ഡയറക്ടർ. ഹർഷവർദ്ധൻ ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹിന്ദി ഫിലിം ആനിമലിൻ്റെ മ്യൂസിക് ഡയറക്ടറാണ്. അപ്പം അത്രയും ക്ലാസ് ആയിട്ടും ക്വാളിറ്റീവായിട്ടാണ് ആ സിനിമയുടെ ആ ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നത്. അപ്പം ഒരുപാട് പ്രതീക്ഷയുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് ജയിക്കും ആകും എന്നുള്ളത്. അത് മാത്രമല്ല, ഒരുപാട് പേരുടെ കമൻസ് ഞാൻ കണ്ടു നെഗറ്റീവായിട്ട് ഉള്ളത്. ഈ പടം പൊട്ടും, അങ്ങനെ ഇങ്ങനെ. അപ്പം ഈ വിധി എഴുതുന്ന ഒരുപാട് പേരുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് എനിക്കറിയാം. കാരണം പടം ഇറങ്ങിയിട്ടില്ല, അതിന് മുന്നേ തന്നെ ദ വിഷ്വൽസ് ആൻഡ് ഒരു ഹോളിമൂഡ് ടൈപ്പ് ഓഫ് മൂഡിലാണ് ആ ഒരു സോങ് ഇറങ്ങിയിരിക്കുന്നത്. ആൻഡ്രിയാണ് ആ ഒരു സോങ് പാടിയിരിക്കുന്നത്. ഐ ആം സ്ക്രീമിങ് ഇൻ സൈലൻസിൽ ജസ്റ്റ് നല്ല രസമുണ്ട്. ആദ്യത്തെ ഒരു വോയിസ്, അത് മമ്മൂട്ടിയുടെ ഒരു വോയിസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഹൗ ആർ യു നൗ. അപ്പം സാറ പറയുന്നു ലോസ്റ്റ് ആണ്, പറയുന്നുണ്ട് മമ്മൂട്ടിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നുള്ളത് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് പറയുക. വെക്കാനായിട്ട് പ്രത്യേക ഒരു കാരണമൊന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഫെബ്രുവരി 6th ഞാൻ ഒരുപാട് കാത്തിരിക്കുമായിരുന്നു 30th ഉണ്ടാവുമെന്ന്. പക്ഷേ കുഴപ്പമില്ല, കുറച്ച് വെയിറ്റ് ചെയ്താൽ കുറച്ചുകൂടെ നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ഫിലിം ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. And because I am a big fan of ഭാവന, കറേജിയസ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ളൊരു കംബാക്ക് തന്നെ ആയിരിക്കും. ആൻഡ് ഓൾസോ ദിസ് ഈസ് നോട്ട് എ ഫീമെയിൽ ഓറിയൻറ്റഡ് ഫിലിം, ഒരു ലീഡ് റോളിലുള്ള ഫിലിമല്ല. എല്ലാവർക്കും ആയിട്ടുള്ളൊരു പേഴ്സൺ, സാറ ഫിലിപ്പ്, അതായത് ഭാവന ആയിക്കോട്ടെ, ഷെൻസൻ ആയിക്കോട്ടെ, ബിനു പപ്പു ആൻഡ് റഹ്മാൻ സർ, അങ്ങനെ എല്ലാവർക്കും ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഹാവ് ദെയർ ഓൺ റോൾസ്. അങ്ങനെ എക്സൽ ചെയ്യാൻ പറ്റുന്ന റോൾസ് അതിലുണ്ട്. അപ്പം എനിവേ ഈ ഒരു 30th റിലീസ് ആവത്തില്ല, ഫെബ്രുവരി 6th ഇത് റിലീസ് ആവുന്നത്. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം മാത്രം ഒരു റിവ്യൂ പറയുക. അല്ലാതെ ഒരു പാട്ട് കേട്ടിട്ടോ അല്ലെങ്കിൽ ഭാവനയെ എന്തെങ്കിലും വെറുപ്പുണ്ടായിട്ടോ ഈ പടം പൊട്ടും എന്ന് പറഞ്ഞവരോട് എനിക്കൊന്നും പറയാനില്ല. ബിക്കോസ് പടം കണ്ടതിന് ശേഷം മാത്രം റിവ്യൂ പറയാൻ എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ ഒരു കാര്യം. എനിവേ, സ്റ്റേ ട്യൂൺഡ് ടു മൈ ചാനൽ ഫോർ മോർ ആൻഡ് മോർ അപ്ഡേറ്റ്സ്.